ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യം നോക്കുമ്പോൾ സീസണിന്റെ തുടക്കത്തിൽ നമ്മൾ 300 അടിക്കുമെന്ന് പ്രവചിച്ച ഒരു ടീമാണ്. ആദ്യത്തെ മത്സരത്തിൽ അവർ അതിന് ഏകദേശം അടുത്തെത്തുകയും ചെയ്തു. ഹൈദരാബാദിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ നടന്ന മത്സരത്തിൽ 286 റൺസാണ് അവർ സ്കോർ ചെയ്തത്. അതായത് ഒരു ഫോറോ അല്ലെങ്കിൽ ഒരു സിക്സോ അടിച്ചിരുന്നെങ്കിൽ തന്നെ അവർ IPL ഏറ്റവും ഉയർന്ന സ്കോർ നേടിയേനെ. പക്ഷേ അതിനുശേഷം 3 മത്സരങ്ങൾ. ഒന്ന് LSGക്കെതിരെ, അത് കഴിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ, അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ. ഈ 3 മത്സരങ്ങളിലും അവർ ദയനീയമായി പരാജയപ്പെട്ടു. ഓരോ മത്സരം കഴിയുന്തോറും അവരുടെ പേരുകേട്ട ബാറ്റിംഗ് നിര കൂടുതൽ തകർന്നുകൊണ്ടേയിരുന്നു. അതായത് ആദ്യം 200-ൽ താഴെ LSG ഒതുക്കി, പിന്നെ ആ സ്കോർ 160-കളിലെത്തി. കൊൽക്കത്തയ്ക്കെതിരെ വന്നപ്പോൾ വെറും 120 റൺസ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ടോപ്പ് ഹെവി യൂണിറ്റ് ആണ്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, അത് കഴിഞ്ഞിട്ട് ഹൈൻറിച്ച് ക്ലാസൻ, നിതീഷ് റെഡ്ഡി തുടങ്ങി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ബോളിംഗ് യൂണിറ്റിനെയും ഭയപ്പെടുത്താൻ തക്ക എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് ഉള്ള ഒരു ബാറ്റിംഗ് യൂണിറ്റാണ് അവരുടേത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ പെരുമയ്ക്കൊത്തൊരു പ്രകടനം ആദ്യ മത്സരത്തിൽ ഒഴികെ പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പം LSG തുടങ്ങി വെച്ച ഒരു ബ്ലൂ പ്രിന്റ് ഇവരെ എങ്ങനെ ഒതുക്കാം, അതായത് പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ, ഈ നമ്മുടെ സൺറൈസേഴ്സിന്റെ വിക്കറ്റ് പവർ പ്ലേയിൽ തന്നെ വീണാൽ, അവരുടെ ബാറ്റിങ്ങോടുള്ള ഒരു ഡെന്റ് കൊണ്ടുവന്നാൽ പിന്നീട് അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്ന കാര്യം ടീമുകൾ ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ മത്സരങ്ങളെല്ലാം നോക്കിയാൽ അവരുടെ പവർ പ്ലേ വളരെ മോശമായിരുന്നു. അതായത് പവർ പ്ലേയിൽ 2-3 വിക്കറ്റുകൾ കഴിഞ്ഞ അവർ തോറ്റ മത്സരങ്ങളിലെല്ലാം പവർ പ്ലേയിൽ 2-3 വിക്കറ്റുകൾ അവരുടെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പവർ പ്ലേയിൽ എത്ര വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാലും പിന്നെ വരുന്നവരും ഒരു അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. പവർ പ്ലേയിൽ ഒരു 3 വിക്കറ്റ് പോയി, അപ്പോൾ നമുക്ക് ഒരു റീബിൽഡിംഗ് ഫേസ്, പതുക്കെ ഇന്നിങ്സ് ഒന്ന് റീബിൽഡ് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ഒന്ന് റീഅസസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഏത് സ്കോർ വേണം എന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒരു രീതിയിലല്ല അവർ കളിക്കുന്നത്. അപ്പോൾ ഈ മത്സരങ്ങൾ തോറ്റതിന് ശേഷം പാറ്റ് കമ്മിൻസ് ആയാലും അവരുടെ മറ്റ് കോച്ചിങ് സ്റ്റാഫ് ആയാലും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ 2-3 മത്സരങ്ങൾ തോറ്റത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിന്നിങ്, അതായത് ഞങ്ങളെ വിജയിപ്പിച്ച ആ ഒരു ഫോർമുല, ആ ഒരു സ്ട്രാറ്റജി മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അവർ വീണ്ടും ഓരോ മത്സരങ്ങൾക്ക് ശേഷവും പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അവരുടെ ബാറ്റിംഗ് യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാവിസ് ഹെഡിനായാലും അഭിഷേക് ശർമ്മയ്ക്കായാലും കഴിഞ്ഞ സീസണിൽ നൽകിയൊരു തുടക്കം നൽകാൻ കഴിയുന്നില്ല. ഇഷാൻ കിഷൻ ആദ്യത്തെ മത്സരത്തിൽ ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചെങ്കിലും പിന്നീട് ഒരു 2 അക്കം കടക്കാൻ പോലും പാടുപെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ അടുത്തുള്ള 3 മത്സരങ്ങളിൽ, അതായത് ആദ്യത്തെ മത്സരത്തിൽ തൻ്റെ ആ പുതിയ ടീമിന് വേണ്ടി ആദ്യത്തെ മത്സരത്തിൽ നേടിയ ഒരു കൂറ്റൻ സ്കോർ, ആ ഒരു മികച്ച പെർഫോമൻസ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ ഇഷാൻ കിഷനും കഴിഞ്ഞില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് ഓർഡർ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മിഡിൽ ഓർഡറിൽ പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഹൈൻറിച്ച് ക്ലാസനിലായാലും അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡിയിലായാലും പിന്നെ വരുന്ന അനികേത് വർമ്മയിലൊക്കെ ആയാലും പ്രഷർ ഉണ്ടാവും. ഇതിൽ അനികേത് വർമ്മ 2 കളികൾ നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ LSGക്കെതിരെ ആയാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ആയാലും നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇങ്ങനെ ഈ ഒരു ടോപ്പ് ഓർഡർ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആകുമ്പം അവരിൽ നിന്നും അവർക്കും പ്രഷറാണ്. അതുപോലെ എപ്പോഴും ഈ മിഡിൽ ഓർഡർ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ടോപ്പ് 3 പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് വീണ്ടും ഒരു ഹെവി ലിഫ്റ്റിംഗ് ഈ ഒരു മിഡിൽ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും നമുക്കറിയാം, ഇപ്പം ഇങ്ങനെ ഈ ഒരു അറ്റാക്കിംഗ് ഗെയിം കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബോളൊന്ന് മിസ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ബൗണ്ടറിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാച്ച് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ വിക്കറ്റ് പോകും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഓരോ മത്സരം കഴിയും തോറും ഈ സ്കോർ കുറഞ്ഞു വരുന്നത്. കാരണം അവരവരുടെ സ്ട്രാറ്റജിയിൽ നിന്ന് മാറുന്നില്ല, പക്ഷേ പവർ പ്ലേയിൽ വിക്കറ്റ് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ബാറ്റ്സ്മാർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് പോകുന്നു. ഇങ്ങനെയെല്ലാം വിക്കറ്റ് നഷ്ടപ്പെട്ട് അവരുടെ 300 പ്രതീക്ഷിച്ചെടുത്ത് 190, 160, 120 ഒക്കെയാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പിന്നെ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ബോളിംഗ് ആണ്. അതായത് ഇപ്പോൾ ഇനി ഒരു 150, 160 ബാറ്റേഴ്സിനെ കൊണ്ട് പറ്റുള്ളൂ. എന്നാൽ ആ സ്കോർ ഡിഫെൻഡ് ചെയ്യാനുള്ള ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവർക്ക് നമുക്ക് നോക്കുമ്പോൾ ഇവരുടെ ഇതിൽ പാറ്റ് കമ്മിൻസ് ഉണ്ട്, ക്യാപ്റ്റനാണ്, അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ ഒരു 10 ഇക്കോണമി റേറ്റ് 10-ന് മുകളിലാണ് പോകുന്നത്. ഇവരാരും ഒരു 8 അല്ലെങ്കിൽ 8.5 ഇക്കോണമി റേറ്റിലല്ല ഈ സീസണിൽ ബോൾ ചെയ്തത്. ഇപ്പോൾ മുഹമ്മദ് ഷമി ആയാലും 10 എബോവ് 10 ആണ് ഇക്കോണമി റേറ്റ്. പാറ്റ് കമ്മിൻസ് ആയാലും ഒരു എബോവ് 12 ആണ് ഇക്കോണമി റേറ്റ്. അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ ബാറ്റേഴ്സ് ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്റേഴ്സിന് വലിയൊരു കോൺട്രിബ്യൂഷൻ തരാതിരുന്നാൽ അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള ബോളേഴ്സ് ഇവർക്കില്ല. ഇനി ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ ഫോമിലും അല്ല. അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു ചെറിയ സ്കോറിന് ഒതുക്കി ഇപ്പോൾ ബാറ്റേഴ്സ് 2-3 ഫോം ഔട്ട് ആണെങ്കിലും എങ്ങനെയെങ്കിലും ചേസ് ചെയ്ത് ജയിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കാനും ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇവരുടെ ബോളിംഗ് യൂണിറ്റ് കഴിഞ്ഞ സീസണിലെ പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മളിത് അധികം അറിയാതിരുന്നതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓൾമോസ്റ്റ് ഒരു 80% മത്സരങ്ങളിലും ബാറ്റിംഗ് ക്ലിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ബോളിങ്ങിനെ പറ്റി കൂടുതൽ തലപോയ്ക്കാതിരുന്നത്. ഇപ്പോൾ ഈ സീസണിലെ ആദ്യത്തെ മത്സരം നോക്കിയാലും 286 പോലൊരു സ്കോർ ഉയർത്തിയിട്ട് ഏകദേശം 240 റൺസ് അത്രയും രാജസ്ഥാൻ സ്കോർ ചെയ്തു. അതായത് ഇത്രയും ഒരു സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടൽ എടുത്തിട്ടും വെറും 40 റൺസിന് മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ ബോളിംഗ് നിരയും ഫോമിലല്ല,
ബാറ്റിംഗ് നിരയും ഫോമിലല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഹൈദരാബാദ് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ബാറ്റിങ്ങിന് തുടങ്ങുന്ന പിച്ചിലാണ് കളിക്കുന്നതെങ്കിലും എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ടൈറ്റൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സീസണിൻ്റെ തുടക്കത്തിൽ അവർക്ക് ആരും ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിൽ അവർക്ക് ചാൻസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഓർഡർ ശരിയാണ്, നോക്കുമ്പോൾ അല്പം വീക്കാണെന്ന് തോന്നാം. ഈ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്കുള്ള പ്ലേയേഴ്സിൽ നിന്ന് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാം, ഇത് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവർ കപ്പടിച്ച സീസണിലായാലും വലിയ പേര് കേട്ട ഭീകര താരങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവരുള്ള റിസോഴ്സസ് വെച്ച് മികച്ച രീതിയിൽ അവർ കപ്പെടുത്തു. തൊട്ടടുത്ത സീസണിൽ റണ്ണേഴ്സ് അപ്പും ആയി. അപ്പോൾ ഇപ്പോൾ വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്ക് എങ്ങനെയുള്ള താരങ്ങളെ വെച്ചിട്ട് മാനേജ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്ന് അറിയാവുന്ന ഒരു കോച്ചിങ് സെറ്റപ്പും മാനേജ്മെൻറ്റുമാണ് GTയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഞാൻ അന്ന് ചാൻസ് കൊടുത്തത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ടോപ്പ് ഹെവി യൂണിറ്റ് ആണ്. ഇപ്പോൾ അവരുടെ മത്സരം ഫുൾ ഷോൾഡർ ചെയ്യുന്നത് ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഇവർ 3 പേരുമാണ്. അത് അവരുടെ മത്സരം നോക്കിയാൽ നമുക്കറിയാം. ഇവരിൽ ഒരാൾ എന്തായാലും ഒരു 10, 13, 14 ഓവർ വരെ ഇവരിൽ ഒരാൾ തീർച്ചയായിട്ടും അവരുടെ ക്രീസിലുണ്ടാവും. അല്ലാതെ വിക്കറ്റ് കളഞ്ഞിട്ട് അതേ അടിച്ച് നോക്കി വിക്കറ്റ് കളഞ്ഞിട്ട് ബാക്കി മിഡിൽ ഓർഡർ എങ്ങനെയെങ്കിലും പൊക്കിയെടുത്തോളും എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ല അവരുടെ. അത് ഇവരുടെ കുറച്ചുകൂടി ഒരു ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റ് ആണ്. ഒരു 10-13 ഓവറിലൊരു 8.59 റൺ റേറ്റിലൊക്കെ അടിച്ചിട്ട് പിന്നെ ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള താരങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് ഇവരുടെ നല്ല ഫോമിലാണ്. ആകെപ്പാടെ ഇവരുടെ ബോളിങ്ങിൽ ഫോം ഔട്ട് എന്ന് പറയാവുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് ബോളറാണ്. അതായത് ലോകോത്തര ബോളറായ റഷീദ് ഖാനാണ് അവരുടെ ടീമിൽ ഇപ്പോൾ ഏറ്റവും വീക്ക് ബോളിങ്ങിൽ. ബാക്കിയുള്ളവരെല്ലാം നന്നായിട്ട് എറിയുന്നു. അപ്പം നമുക്ക് നോക്കിയാൽ സായ് കിഷോർ വളരെ മികച്ച രീതിയിലാണ് എറിയുന്നത്. അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ എക്സലൻ്റ് ആയിരുന്നു. അതുപോലെ സിറാജ് കഴിഞ്ഞ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയി. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവരെ എറിയുന്നവരെല്ലാം നല്ല രീതിയിലാണ് എറിയുന്നത്. ഇപ്പോൾ എക്സ്പെൻസീവായി പോകുന്നത് നമ്മുടെ റഷീദ് ഖാൻ മാത്രമേ ഉള്ളൂ. കാഗിസോറബാദ ഒരു പേഴ്സണൽ റീസൺസ് കാരണം കഴിഞ്ഞ ദിവസം മടങ്ങിപ്പോയി. പകരം അർഷദ് ഖാൻ ടീമിൽ വന്നു. അർഷദ് ഖാൻ ആ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റഷീദ് ഖാനോടെ ഫോം ആയി കഴിഞ്ഞാൽ ഇഞ്ചുറിക്ക് ശേഷം ആ പഴയ റഷീദ് ഖാൻ അല്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ റഷീദ് ഖാനോടെ ഫോം ആയി കഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആവും. അപ്പം ഒരു വെൽ ഓയിൽഡ് യൂണിറ്റ്, അതായത് ഒരു പ്രോപ്പറായിട്ടൊരു യൂണിറ്റായിട്ട് ഒരു പ്രോപ്പർ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇപ്പോൾ ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം ഇവരുടെ ടോപ്പ് ഓർഡർ ഫയർ ചെയ്യണം നമ്മുടെ സൺറൈസേഴ്സിൻ്റെ. അപ്പോൾ അത് എതിരുള്ളത് നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ചിന്നസ്വാമിയിലായാലും RCBയെ നന്നായിട്ട് ഹോൾഡ് ചെയ്തൊരു ടീമാണ്. അതിന് മുമ്പിലത്തെ മത്സരങ്ങളിലായാലും ആദ്യത്തെ മത്സരത്തിൽ പഞ്ചാബ് മാത്രമാണ് ഇവരെ ഡോമിനേറ്റ് ചെയ്ത് 243 റൺസ് അടിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം ഇവർ നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഹൈദരാബാദിനൊരു SRHനൊരു സ്റ്റിഫ് ചലഞ്ചാണ്. കാരണം ഒരു നല്ല ഫോമിലുള്ള നല്ല മൊമെൻറ്റത്തിലുള്ള ഒരു ടീമിനെയാണ്. ഇപ്പോൾ ബാറ്റിങ്ങിനേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോളിംഗ് യൂണിറ്റിനെതിരെയാണ് സൺറൈസേഴ്സ് ഇപ്പം ബാറ്റിങ്ങിൽ ഒരുപാട് പ്രശ്നമുള്ള സൺറൈസേഴ്സ് വരുന്നത്. നമ്മളൊന്ന് നോക്കിയാൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാറ്റിങ്ങിനേക്കാളും വേണമെങ്കിൽ പറയാം ഒന്നുകൂടെ ഫോം അവരുടെ ബൗളേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബോളിംഗ് യൂണിറ്റിനെതിരെയാണ് നമ്മുടെ സൺറൈസേഴ്സ്, അതായത് ടോപ്പ് ഓർഡേഴ്സ് ഫോമിൽ സ്ട്രഗിൾ ചെയ്യുന്ന സൺറൈസേഴ്സ് വരുന്നത്. അപ്പോൾ അത് അവർക്കൊരു സ്റ്റിഫ് ചലഞ്ചാണ്. അതായത് നല്ലൊരു ബോളിംഗ് യൂണിറ്റിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കൂ. അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, കാലിബർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഹെവി ഫയർ പവറുള്ള ടീമാണ്. പക്ഷേ ഫോമാണ് പ്രശ്നം. ഇതുപോലെ നല്ല വെൽ ഓയിൽഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നല്ല മൊമെൻറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ബോളേഴ്സിനെതിരെ ഇവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 മത്സരങ്ങൾ സംഭവിച്ചത് ഒരു ലാപ്സ് ആയിരുന്നു, ഞങ്ങൾക്ക് ഇനിയും ഒരു 300 അടിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ അവർ തിരിച്ചടിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ചാൻസ് ഉണ്ട്. ഇനി ഒരു തവണ കൂടി ഈ ടോപ്പ് ഓർഡർ ഫെയിൽ ആവുകയാണെങ്കിൽ ആ മത്സരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളുടെ വിധി തന്നെയായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. ഇനി പിച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഹൈദരാബാദിലാണ് മത്സരം. നമുക്കറിയാം ആദ്യത്തെ മത്സരത്തിൽ 286 നമ്മുടെ സൺറൈസേഴ്സ് സ്കോർ ചെയ്തു. അത് ചേസ് ചെയ്ത് ഒരു 240+ റൺ രാജസ്ഥാൻ എടുത്തു. അടുത്ത മത്സരത്തിൽ LSG അവരെ പവർ പ്ലേയിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി LSG അവരെ 200 താഴെ ഒതുക്കി. പക്ഷേ അവർ അനായാസം ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്തു. അപ്പം എന്തായാലും ഒരു 200+ സ്കോർ വരാൻ സാധ്യതയുള്ള വിക്കറ്റാണ് ഹൈദരാബാദിലേത്. അപ്പോൾ നമുക്കൊരു റൺമഴ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ എതിരെ നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിലെ ഫോമിലുള്ള ബോളേഴ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ 200 താഴെ ഇവർ ഒതുങ്ങാനും മതി. പക്ഷേ ആസ് യൂഷ്വൽ ബാറ്റേഴ്സ് ഫോമിലാണെങ്കിൽ ഒരു 200+ വരുന്ന വിക്കറ്റ് ആയിരിക്കും ഹൈദരാബാദിലേത്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് വലിയ ചേഞ്ചസ് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അവർക്ക് ഇപ്പോൾ കാഗിസോറബാദ പേഴ്സണൽ റീസൺസ് കാരണം തിരികെ പോയി, പകരം തിരികെ വന്നിട്ടില്ല, തിരിച്ച് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഗ്ലെൻ ഫിലിപ്സിനെ അവർക്ക് ഡെബ്യൂ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മത്സരത്തിൽ 3 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടാണ് GT ഇറങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഷാറുഖ് ഖാന് പകരം അങ്ങനെ ഒരാൾക്ക് പകരം ഗ്ലെൻ ഫിലിപ്സിന് ചാൻസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ്, അതുപോലെ ബോൾ ചെയ്യും, അതുപോലെ ഒരു ഗൺ ഫീൽഡറാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഗ്ലെൻ ഫിലിപ്സിന് ഒരു ഡെബ്യൂ അരങ്ങേറ്റം നൽകാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്.
അവരത് ചെയ്യുമോ എന്നറിയില്ല, പക്ഷേ ആ ഒരു ചേഞ്ച് വന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സൺറൈസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സിമർജിത്ത് സിംഗ് നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സിമർജിത്തിന് പകരം വേണമെങ്കിൽ ജയദേവ് ഉനദ്കട്ടിനൊരു ചാൻസ് കൊടുത്തു നോക്കാം. പിന്നീട് അവരുടെ ടീമിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നത് സീഷൻ അൻസാരിയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് എടുത്തു. അതിന് മുമ്പത്തെ മത്സരത്തിലും എതിരാളികളെ കുറച്ചെങ്കിലും ഒന്ന് തടുത്തു നിർത്താൻ കഴിഞ്ഞത് സീഷൻ അൻസാരിക്കാണ്. അപ്പോൾ അൻസാരി ഈ മത്സരത്തിലും ടീമിൽ തുടരാനാണ് സാധ്യത. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്ന സിമർജിത്തിന് പകരം ഉനദ്കട്ടിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ച് ഉനദ്കട്ട് എക്സ്പെൻസീവ് ആവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവർ സെയിം ടീം തന്നെ പോയെന്നും വരാം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ GTക്ക് വേണ്ടി കളിച്ച 2 താരങ്ങൾ നമ്മുടെ സൺറൈസേഴ്സിന് നിരയിലുണ്ട്, മുഹമ്മദ് ഷമി, അഭിനവ് മനോഹറും. അപ്പോൾ മുഹമ്മദ് ഷമി എങ്ങനെയാണ് തൻ്റെ പഴയ ടീമിനെതിരെ പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതും നമ്മുടെ GTയുടെ ഒരു ടോപ്പ് ഹെവി ലൈനപ്പാണ്. അപ്പോൾ മുഹമ്മദ് ഷമിക്ക് തുടക്കം തന്നെ നമ്മുടെ ഗില്ല്, സുദർശൻ, ബട്ട്ലർ ഇതിൽ 3-ൽ 2 പേരെ വിക്കറ്റ് ആക്കാൻ കഴിഞ്ഞാൽ അത് സൺറൈസേഴ്സിന് നല്ല ഹൈ ചാൻസ് കൊടുക്കും. അപ്പോൾ മുഹമ്മദ് ഷമി പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ ആണ്. അതുപോലെ നേരെ തിരിച്ച് നമ്മുടെ സൺറൈസേഴ്സിൻ്റെ ഓപ്പണേഴ്സ് എങ്ങനെയാണ് ഇവരുടെ നമ്മുടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും എങ്ങനെയാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്പണിംഗ് ബോളേഴ്സിനെ നേരിടുന്നതെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു കോമ്പറ്റീഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേയിൽ അവരുടെ വിക്കറ്റ് പോയതാണ് ഈ 3 മത്സരങ്ങളും ഈ സൺറൈസേഴ്സ് തോൽക്കാൻ കാരണം. അപ്പോൾ അതെങ്ങനെ വരും എന്നും ഞാൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? സ്വന്തം കാണികൾക്ക് മുന്നിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ സൺറൈസേഴ്സിന് കഴിയുമോ? അതോ GT തുടർച്ചയായ 3ാം വിജയം നേടുമോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.